കുറച്ച് എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് അബ്രഹാം വിശ്വാസവും അനുസരണവും ഉള്ളവനാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അതിനെ തന്നെ ഒന്നുകൂടെ ഒന്ന് വർണ്ണിച്ച് പറയാൻ ആവശ്യമുണ്ട്. അബ്രഹാം അനുസരണമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ പോരാ. അബ്രഹാം ഉടനടി അനുസരിക്കുന്നവനായിരുന്നു, തൽസമയത്ത് അനുസരിക്കുന്നവനായിരുന്നു. അത് വെളിപ്പെടുത്താനായിട്ട് 1-2 കാര്യങ്ങൾ പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, രാത്രിയിൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. 21 അധ്യായത്തിൽ സംസാരിക്കുന്നത് ഹാഗാറിനെയും ഇഷ്മായേലിനെയും പുറത്താക്കണമെന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു. നാം അവിടെ വായിക്കുന്നത് ആ 14 വാക്യത്തിൽ, അബ്രഹാം അതികാലത്ത് ഉണർന്ന് ഹാഗാറിനെയും ഇഷ്മായേലിനെയും പറഞ്ഞയച്ചു. അതികാലത്ത് ഉണർന്ന്. അപ്പോൾ ദൈവം സംസാരിച്ചത് എപ്പോഴായിരുന്നു? രാത്രിയായിരുന്നു. രാത്രിയുടെ യാമത്തിൽ എല്ലാവരും സുഷുപ്തിയിലാണ്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭക്തൻ യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ കാതോർത്ത് കിടക്കുന്നു. ആ രാത്രിയുടെ യാമത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നു. വേദനാജനകമായ ഒരു കാര്യം നിർവഹിക്കാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നാം വായിക്കുന്നത് അതികാലത്ത് എഴുന്നേറ്റ് ആ കാര്യം നടപ്പാക്കാൻ തക്കവണ്ണം പോകുന്നു. അതുപോലെ തന്നെയാണ് 22 അധ്യായത്തിലും കാണുന്നത്. 22 അധ്യായത്തിലെ പരീക്ഷ കുറെ കൂടെ ഭയങ്കരമായതാണ്. സ്വന്തം മകനായ താൻ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൊണ്ടുപോയി യാഗം കഴിക്കാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതെന്തൊരു ഹൃദയഭേദകമായ കാര്യമാണ്. എന്നാലും 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, അതികാലത്ത് അബ്രഹാം എഴുന്നേറ്റ് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി. അതികാലത്ത് എഴുന്നേറ്റ്. തലേ ദിവസം കിടക്കുമ്പം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, രാവിലെ എഴുന്നേറ്റ് ചെയ്യാനായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാകുക. എൻ്റെ ജീവിതത്തിൽ ബദ്ധപ്പാടുള്ള പകലൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യ ചില കാര്യങ്ങൾ എന്നെ ഓർപ്പിക്കും. ആ രോഗിയായി കിടക്കുന്ന സഹോദരിയെ നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചോ? അയ്യോ പറ്റിയില്ലല്ലോ, എന്നാൽ നാളെ രാവിലെ പോകാം. പിന്നെ ഇന്ന ആൾ താൻ ലീവ് കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങിപ്പോവുക, പ്രാർത്ഥിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോയോ? നാളെ രാവിലെ അദ്ദേഹം പോകും. ഓ എന്നാൽ നാളെ അതിരാവിലെ ഞാൻ ചെല്ലാം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ കിടക്കുമ്പോൾ കിടക്കയിൽ വെച്ച് പല കാര്യങ്ങളും ഓർക്കുകയും ഓർപ്പിക്കുകയും ഒക്കെ ചെയ്യുക പതിവാണ്. അങ്ങനെ തന്നെയായിരുന്നു അബ്രഹാമിന് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അബ്രഹാമും ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ രാത്രി വിശ്രമിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ അവിടെ പോകണം, ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെ പല പ്ലാനും കാണും. പക്ഷേ ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി പ്ലാനും പരിപാടിയും ഒക്കെ മാറ്റി. ഒന്നാമത് ദൈവം പറഞ്ഞ കാര്യം അതാണ് അതികാലത്തെ എഴുന്നേറ്റു എന്നതിനാൽ. ഞാൻ അന്ന് തന്നെ എൻ്റെ ബൈബിളിൽ ആ 2 അധ്യായത്തിലും അതികാലത്ത് എന്നുള്ളത് അടിവരയിട്ട് വെച്ചു. നിങ്ങൾ അടിവരയിടണമെന്നില്ല, അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ അതികാലത്ത്, നേരം വെളുത്താൽ ഒന്നാം കാര്യം ദൈവകാര്യം. അത് ദൈവകൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി, അത് എത്ര തന്നെ വേദനയുള്ള എത്ര ചെലവുള്ള കാര്യമായിരുന്നാലും നേരം വെളുത്ത ഉടനെ അതികാലത്ത് ദൈവത്തിൻ്റെ കൽപ്പനയോട് അനുസരണം കാണിക്കാൻ തക്കവണ്ണം പോവുക. ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ്, ദൈവകൽപ്പനയ്ക്ക് ഉടനെ അനുസരണം കാണിക്കുക. കാരണം അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു 15 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ഓഫീസറൊന്നും അല്ലായിരുന്നു, സാധാരണ എയർമാനായിരുന്നു. എന്നാൽ ആ കാലത്ത് അനേക അനുഭവങ്ങൾ. ഒന്ന്, എൻ്റെ എയർഫോഴ്സ് ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെയാണ്. എനിക്ക് അന്ന് ആദ്യമായിട്ട് രാത്രിയിൽ ഗാർഡ് ഡ്യൂട്ടി നിൽക്കണം. അപ്പോൾ ഗാർഡ് ഡ്യൂട്ടിയുടെ ആദ്യത്തെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് മടങ്ങി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രി ഒരു 10 മണിക്ക് ഞാൻ കിടക്കാൻ പോവുകയാണ്. പിന്നത്തെ ഷിഫ്റ്റിന് എനിക്ക് 1 മണിക്ക് ആ ഗാർഡ് പോസ്റ്റിൽ എത്തണം. അപ്പോൾ 10 മണിക്ക് ഉറങ്ങേണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, അയ്യോ ഉറക്കത്തിൽ പെട്ടുപോയാലോ, സമയത്തിന് എഴുന്നേറ്റില്ലെങ്കിലോ. അന്ന് ഞാൻ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് വന്ന ഉടനെ ആയതുകൊണ്ട് വലിയൊരു പേടിയും, മറ്റുള്ളവരോടൊക്കെ സ്റ്റാഫിലുള്ള മറ്റുള്ളവരോടൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ ഒരു സ്വല്പം ഭയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താകും. ഏതായാലും
ഒന്ന് രണ്ട് കാര്യം ഞാൻ ചെയ്തത് ബാലിശമായിട്ട് തോന്നാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ കട്ടിലും കിടക്കയും മുറിയിൽ നിന്നെടുത്ത് മുറ്റത്തിട്ടു. അവിടെ കിടക്കാമെന്ന് തീരുമാനിച്ചു. എന്താ ഗുണം? അവിടെ ഇങ്ങനെ കൊതുക് കടിക്കും. അപ്പോൾ ശരിക്കും ഉറങ്ങില്ല. അപ്പോൾ അങ്ങനെയെങ്കിലും ഉറങ്ങാതിരിക്കാം. അല്ലെങ്കിൽ കിടന്ന് ഭയങ്കര ഉറക്കത്തിൽ പെട്ടുപോയാലോ? അകത്ത് കിടക്കുമ്പോൾ കൊതുക് അധികം വരില്ല. അവിടെ കമ്പികളിൽ തൂക്കിയിട്ടിരിക്കുന്ന കൊതുക് വലയുണ്ട്. അതൊക്കെ ടക്കിൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ച് കട്ടിലും കിടക്കയും പുറത്ത് കൊണ്ടിട്ട് ഞാൻ അവിടെ കിടക്കാൻ തീരുമാനിച്ചു. പേടിച്ചാണ് കിടക്കാൻ പോകുന്നത്. മണി 10 കഴിഞ്ഞു. ഇനി 1 മണിക്ക് അവിടെ എത്താൻ ഒരു 12:45 ഉണർന്ന് യൂണിഫോം ഇട്ട് ഓടി പോകണം. അങ്ങനെയൊക്കെ പേടിച്ചും മറ്റൊക്കെ കിടന്നു. ഒരു ടോർച്ച് അടുത്ത് വെച്ചിരുന്നു വാച്ചിൽ സമയം നോക്കാൻ. കിടന്നു കഴിഞ്ഞ് ഞാനങ്ങ് ഉറങ്ങി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ടോർച്ചെടുത്ത് വാച്ച് നോക്കിയപ്പോൾ മണി 10:15. 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അയ്യോ! പിന്നെ ഞാൻ ആരും ഇതൊന്നും കാണുന്നില്ല. പിന്നെയും കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ചാടി എഴുന്നേറ്റു. 10:45. ഇങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ആ രാത്രിയിൽ ഞാൻ ചാടി എഴുന്നേറ്റു. എന്താ കാരണമെന്നറിയാമോ? ഞാൻ പട്ടാളത്തിലാണ്. എയർഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് സർവീസാണ്. അവിടെ അച്ചടക്കമാണ് പ്രധാനം. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. സമയത്തിന് ഡ്യൂട്ടി പോസ്റ്റിൽ എത്തിയില്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകും. എന്നെ ചാർജ് ഷീറ്റ് ചെയ്യും. ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ട് ഉണർന്നു ഉറങ്ങിയും തക്ക സമയത്ത് ഡ്യൂട്ടി പോസ്റ്റിലേക്ക് പായുകയാണ്. ഞാൻ എൻ്റെ ആ ഇമാജിനേഷനിൽ, എൻ്റെ ഊഹത്തിലാണെങ്കിലും ഞാൻ വിചാരിച്ചു, ദൈവം സംസാരിച്ച ശേഷം അബ്രഹാം പിന്നെയും നോക്കുകയാണ്. നേരം വെളുക്കാറായോ? അന്ന് വാച്ച്, അലാം ടൈം പീസ്, ഇവ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട്, നേരം വെളുത്തിട്ട് വൈകിപ്പോകരുത്. ചെയ്യാം, കൽപ്പന അനുസരിക്കണം, എന്നാലും പിന്നെ ആകാം, കുറച്ചുകൂടെ ഒന്ന് പുതച്ച് കിടന്ന് കുറെ കഴിഞ്ഞ് നേരം വെളുക്കാറായോ നോക്കുക. അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം അബ്രഹാം പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഉൽപ്പത്തി 17 ഒരു സംഭവം ഉണ്ടായി. ദൈവം പ്രത്യക്ഷപ്പെട്ട അബ്രഹാമിനോട് പറഞ്ഞു, നീയും നിൻ്റെ കൂടെയുള്ള പുരുഷപ്രജ ഒക്കെയും നിങ്ങളുടെ അഗ്രചർമ്മം ഛേദിക്കണം. അങ്ങനെ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. അപ്പോൾ പരിച്ഛേദന ഏൽക്കുന്ന വ്യക്തി 2-3 ദിവസമെങ്കിലും രോഗിയായിരിക്കും, സുഖമില്ലാതിരിക്കും. അപ്പോൾ പുരുഷപ്രജ എല്ലാം ഒറ്റയടിക്ക് പരിച്ഛേദന ഏറ്റാൽ അതൊരു വല്ലാത്ത അസൗകര്യമായിരിക്കും. ആണുങ്ങളൊക്കെ രോഗികളായിട്ടിരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ വക ചോദ്യങ്ങളൊന്നും അബ്രഹാം ചോദിക്കാൻ പോയില്ല. നാം അവിടെ വായിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ച അന്ന് തന്നെ അബ്രഹാമും തൻ്റെ മകനും തൻ്റെ പുരുഷപ്രജ ഒക്കെയും അവരുടെ അഗ്രചർമ്മം ഛേദിച്ചു, പരിച്ഛേദന ഏറ്റു. ഇങ്ങനെ ഏത് കാര്യത്തിലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൽപ്പിക്കുന്നത് ഉടനെ അനുസരിക്കുക. എന്തൊരു മനോഹരമായ ഗുണം! മറ്റൊരു കാര്യം അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാം ഒരു വിശ്വാസ പുരുഷനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അത് നമുക്കറിയാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ വീര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാലും ഞാൻ അതിൻ്റെ മനോഹാരിത വെളിപ്പെടുത്താൻ തക്കവണ്ണം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് ആ മകനെ യാഗമർപ്പിക്കുവാനായിട്ട് പറഞ്ഞതായ കാര്യം. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം രേഖപ്പെടുത്തുന്നത് അബ്രഹാം തൻ്റെ മകനെ അർപ്പിച്ചു എന്നാണ്. അവനെ കൊല്ലേണ്ടി വന്നില്ല, അക്ഷരാർത്ഥത്തിൽ യാഗം അർപ്പിക്കേണ്ടി വന്നില്ല. എങ്കിലും ദൈവം കണക്കാക്കുമ്പോൾ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അബ്രഹാമിന് അറിയാമായിരുന്നു ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിക്കും, പെരുകും എന്ന്. ഈ വാഗ്ദാനം നിറവേറണമെങ്കിൽ ഇസഹാക്കിൽ കൂടെ വേണം നിറവേറാൻ. ഇസഹാക്കിനെ യാഗമായി അർപ്പിച്ചു കളഞ്ഞാൽ
പിന്നെ ദൈവത്തിന് ആ വാഗ്ദാനം ചെയ്യത്തക്ക വിധം അബ്രഹാമിന് വേറെ മക്കളില്ല. അതിനെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ദൈവത്തിന് മകനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അബ്രഹാം മകനെ യാഗമായി അർപ്പിച്ചു. നോക്കുക, അബ്രഹാമിന് മുൻപ് മരിച്ച ആരെയെങ്കിലും ദൈവം ജീവിപ്പിച്ചതായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമില്ല. അങ്ങനൊരു സംഭവം മുൻപ് നടന്നിട്ടില്ല. എങ്കിലും ദൈവത്തിൽ അബ്രഹാമിനുള്ളതായ അചഞ്ചലമായ വിശ്വാസത്താൽ അവനോട് മകനെ യാഗമർപ്പിക്കാൻ പറഞ്ഞു. അവൻ അതിനുവേണ്ടി മുതിർന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റേണ്ടതിന് വേണ്ടി വന്നാൽ മകനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വാഗ്ദത്തം നിറവേറ്റും എന്ന് താൻ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം എന്തൊരു ശക്തമായ വിശ്വാസമായിരുന്നു. എബ്രായ ലേഖനത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ ഒന്ന് ആവർത്തിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? വിശ്വാസത്താൽ അബ്രഹാം തന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ അനുസരിച്ച് പുറപ്പെട്ടു. അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഒരു അവജ്ഞയാണോ? ഒന്നും വേണ്ടെന്ന്, വീട് എന്തോ വീട്, ടെൻറ്റ് മതി, അങ്ങനെയൊന്നുമല്ല. അബ്രഹാം കൂടാരങ്ങളിൽ തുടർന്ന് പാർത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരം, ആ വാഗ്ദത്ത നിവൃത്തി അബ്രഹാം പ്രാപിച്ചിരുന്നില്ല. പക്ഷേ നാം ആ എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, അബ്രഹാം ദൂരത്തു നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചുകൊണ്ട് തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് എണ്ണി എന്നാണ്. ആ കാഴ്ച ദൂരത്തു നിന്ന് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ ആ കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ടതോടുകൂടെ ആ മനം കുളിർക്കെ തീരുമാനിച്ചു, ഇനി ലോകം ഞങ്ങൾക്ക് വേണ്ട, ലോകത്തിലൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളിവിടെ അന്യരാണ്, പരദേശികളാണ്, ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, ഞങ്ങൾ വരുവാൻ പോകുന്ന നഗരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അബ്രഹാമും അതുപോലെയുള്ള വിശ്വാസ വീരന്മാരും അങ്ങനെ ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അബ്രഹാമിൻ്റെ മനോഹരമായ ഗുണവിശേഷങ്ങളാണ് നാം ഇതിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. ഒരു വിശ്വാസം നിറഞ്ഞ വ്യക്തിയായിരുന്നു അബ്രഹാം. അതുപോലെ അബ്രഹാമിനെ കുറിച്ച് പറയുവാൻ കഴിയുന്ന മറ്റൊരു ഗുണവിശേഷമാണ്, അബ്രഹാം ഒരു യാഗപീഠ പുരുഷനായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് യാഗപീഠവുമായിട്ട് അബ്രഹാമിനുണ്ടായിരുന്ന ആ ബന്ധവും അടുപ്പവും അത്രമാത്രമായിരുന്നു. അതെങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? നാം അബ്രഹാമിൻ്റെ യാത്രയോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി 12:7 അബ്രഹാം യാത്ര ചെയ്ത് മോരെ എന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു യാഗപീഠം പണിതു. അത് കഴിഞ്ഞ് പിന്നെ അബ്രഹാം യാത്ര തുടർന്ന് അബ്രഹാം ബേഥേലിനും ഹായിക്കും ഇടയ്ക്ക് വന്ന് അവിടെ പാർക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടെ ഒരു യാഗപീഠം പണിതു. അതിൻ്റെ ശേഷമാണ് അബ്രഹാം മിസ്രൈമിലേക്ക് പിന്മാറ്റാവസ്ഥയിൽ പോകുന്നത്. എന്നാൽ ആ പിന്മാറ്റാവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, അബ്രഹാം മുൻപ് തനിക്ക് യാഗപീഠം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നു. യാഗപീഠവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെയും അബ്രഹാം യാത്ര ചെയ്തു. അവൻ മമ്രയ്ക്കടുത്തുള്ള ഹെബ്രോനിലെത്തി. അവിടെ ഒരു യാഗപീഠം പണിതു. പിന്നെ ഉൽപ്പത്തി 22 ഇസഹാക്കിനെ അർപ്പിക്കുവാൻ തക്കവണ്ണം ഒരു യാഗപീഠം മോറിയ മലയിൽ പണിതതായ കാര്യം. എന്താണ് ഇതിൻ്റെ കാര്യം? യാഗപീഠം എന്നുള്ളത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവവകയ്ക്ക് കൊടുക്കുക, ദൈവവുമായിട്ട് കൂട്ടായ്മ അനുഭവിക്കുക, ദൈവത്തെ സാക്ഷിക്കുക, ഈ കാര്യങ്ങളാണ് യാഗപീഠത്തിൻ്റെ പൊരുൾ. പഴയ നിയമ ഭക്തൻ യാഗമർപ്പിക്കുമ്പോൾ അവൻ ദൈവത്തെ ആരാധിക്കുക. അവൻ പ്രാർത്ഥന കഴിക്കുന്ന ഘട്ടത്തിലും യാഗമർപ്പിച്ചുകൊണ്ടാണ്. യാഗമർപ്പിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള അടുത്ത കൂട്ടായ്മ ബന്ധം അനുഭവിക്കുക. യാഗമായിട്ടൊരു ആടിനെയോ ഒരു പശുവിനെയോ ഒക്കെ അർപ്പിക്കുമ്പോൾ അവൻ ദൈവത്തിന് കൊടുക്കുകയാണ്. പുറജാതികളുടെ മധ്യത്തിൽ യഹോവയായ ദൈവത്തിന് ഒരു യാഗപീഠം ഉയർത്തുമ്പോൾ ഇന്ന്
പുതിയ നിയമവിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഉയർത്തുന്നത് പോലെ സാക്ഷ്യനിർവഹണമാണ്. ഇതാണ് യാഗപീഠം. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ, അബ്രഹാം യാത്ര ചെയ്തു, മോരെ എന്ന സ്ഥലത്ത് വന്നു, അവിടെ ഒരു യാഗപീഠം പണിതു. അബ്രഹാം പിന്നെയും യാത്ര ചെയ്തു, അവൻ ബേഥേലിനു ഹായിക്ക് ഇടയ്ക്ക് വന്നു, അവിടെ ഒരു യാഗപീഠം പണിതു. പിന്നെയും അവൻ യാത്ര ചെയ്തു, ഹെബ്രോനിൽ വന്നു, അവിടെ ഒരു യാഗപീഠം പണിതു. ഇതെന്താ, ആകെ കൂടി യാഗപീഠം പണിയിലേ നടന്നുള്ളൂ എന്നുണ്ടോ? അല്ല, വേറെ എത്രയോ കാര്യങ്ങൾ ചെയ്തു കാണും. പക്ഷേ യാഗപീഠം പണിയുന്ന കാര്യം ദൈവം പ്രത്യേകം ശ്രദ്ധയോടെ കുറിച്ചെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കുടുംബം നോക്കാൻ, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടായിരിക്കും. നല്ല കാര്യം, ആവശ്യവുമാണ്. എങ്കിലും ആ വക കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കാനുള്ളതാണ്. നാം യാഗപീഠ സംബന്ധമായി ദൈവവിഷയമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവം പ്രത്യേകം കുറിച്ച് വയ്ക്കുന്നത്. ആ വക കാര്യങ്ങളാണ് ദൈവം കണക്കിലെടുക്കുന്നത്. നമുക്ക് പ്രതിഫലങ്ങൾ നൽകുവാൻ തക്കവണ്ണം അതൊക്കെ ദൈവം പ്രത്യേക ശ്രദ്ധയോടെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയ സഹോദര, വസ്തുക്കൾ വാങ്ങുവാൻ, മക്കൾക്ക് വേണ്ടി കൂട്ടിവെക്കുവാൻ, ധാരാളം സുഭിക്ഷതയുണ്ടാകാൻ നീ പരിശ്രമിക്കുന്നു. നല്ല കാര്യം. മടിയന്മാരെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നല്ല കഠിന അധ്വാനികളെ തന്നെയാണ്. പക്ഷേ നിന്റെ അധ്വാനത്തിൽ എന്തുമാത്രം യാഗപീഠ സംബന്ധമായ കാര്യങ്ങളുണ്ട്, നീ ചെലവിടുന്നതിൽ എന്തുമാത്രം ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നുണ്ട്, നീ ഓടിപ്പാഞ്ഞ് നീ വാരിക്കൂട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ നല്ല കാര്യമെങ്കിലും ദൈവവിഷയമായി നിൻ്റെ സമയം, നിൻ്റെ പണം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സ്വാധീനത, ഇവയിലൊക്കെ നീ എന്തുമാത്രം ചെലവിടുന്നുണ്ട്, അതൊക്കെയാണ് ദൈവം നോട്ട് ചെയ്യുന്നത്. കർത്താവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ, അവന് വേണ്ടി ഒരു യാത്ര പോയാൽ, അവന് വേണ്ടി കുറേ പണം ചെലവഴിച്ചാൽ, അവന് വേണ്ടി കുറേ നിന്ദയോ പരിഹാസമോ ഏറ്റാൽ അതൊക്കെ കുറിച്ചിടും, നിറപടിയായി പ്രതിഫലം തരികയും ചെയ്യും. അബ്രഹാം ഒരു യാഗപീഠ പുരുഷനായിരുന്നു. ഞാൻ ഇത്രയും നേരം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ഒടുവിലത്തെ ഒരു പോയിന്റ് എന്ന നിലയിൽ അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ചോ? അങ്ങനെ വേറൊരു ദൈവമുണ്ടോ? ഇല്ല ഇല്ല. അബ്രഹാമിൻ്റെ ദൈവം തന്നെയാണ് ഏകസത്യ ദൈവം. നമ്മുടെ ദൈവവും ആ ദൈവം തന്നെയാണ്. പിന്നെ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുന്നതിലുള്ള പ്രത്യേകത, ദൈവം അബ്രഹാമിനോട് ഇടപെട്ട കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗുണങ്ങളേവാ അത് ചൂണ്ടിക്കാണിക്കാനാണ്. ദൈവത്തിന് അബ്രഹാമുമായിട്ടുള്ള ഇടപാടുകളുടെ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കാം? അബ്രഹാമിൻ്റെ ദൈവം അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് നാം വിചിന്തനം ചെയ്ത ചില വേദഭാഗങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഞാനത് വേഗത്തിൽ നിർവഹിക്കാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വന്ന അബ്രഹാമിനോട് സോദോം രാജാവ് പറഞ്ഞു, സമ്പത്തൊക്കെ നീ എടുത്തോ, ആളുകളെ മാത്രം എനിക്ക് തന്നാൽ മതി. ആ കാലത്ത് അങ്ങനെ ജയാളിയായി വരുന്ന വ്യക്തിക്ക് ആ സമ്പത്തൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒരു കീഴ്വഴക്കമായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന് അതൊക്കെ എടുക്കാം. ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. സോദോമിൻ്റെ സമ്പത്താണ് മുഴുവൻ, പൊന്നും വെള്ളിയും വലിയ വലിയ ബാബിലോണ്യ അങ്കികളൊക്കെ കാണും അതിൽ. ഇതൊക്കെ അബ്രഹാമിന് ന്യായമായിട്ട് എടുക്കാം. പക്ഷേ അബ്രഹാം നോക്കുമ്പോൾ ഈ പുറജാതി രാജാവായ ഈ സോദോം രാജാവ് എന്നെ ധനികനാക്കാൻ എനിക്കിഷ്ടമില്ല. നാളെ സോദോം രാജാവ് പറയും, അബ്രഹാമിനെ ധനികനാക്കിയത് യഹോവയൊന്നുമല്ല ഞാനാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് എൻ്റെ ദൈവത്തിന്, യഹോവയായ കർത്താവിന് അത് ദുഷിയാണ്, അത് കുറച്ചിലാണ്, അത് പോരായ്കയാണ്. ദൈവനാമം അതിനാൽ ദുഷിക്കപ്പെടും. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നു, നിന്റെ ചെരുപ്പ് വാറാകട്ടെ ഒരു ചരടാകട്ടെ എനിക്ക് വേണ്ട. സോദോം രാജാവ് അബ്രഹാമിനെ ധനികനാക്കിയെന്ന് പറയാതിരിക്കാൻ ഇതിൽ നിന്ന് യാതൊന്നും എനിക്ക് വേണ്ട. നോക്കുക, ദൈവത്തിൻ്റെ നാമത്തിലാണ് താൻ ആ ത്യാഗം സഹിച്ചത്. തനിക്ക് എടുക്കാവുന്ന ആ പൊരുളുകൾ മുഴുവനും ദൈവനാമം ദുഷിക്കപ്പെടും എന്ന ഏക കാരണത്താൽ അബ്രഹാം ഉപേക്ഷിച്ചു. എന്നിട്ട് ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത്? ദൈവം പ്രതികരിച്ചത് കേൾക്കണോ? ആ 14-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം
15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയണം, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്താണ് പ്രതിഫലം? ദൈവം തന്നെ പ്രതിഫലം. ഞാൻ നിനക്ക് 10 ഇരട്ടി തരാമെന്നോ 100 ഇരട്ടി തരാമെന്നോ അല്ല. അതുണ്ട്, അത് ദൈവം ചെയ്യും. പക്ഷെ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ആ ഗുണവിശേഷം ഒന്ന് നോക്കൂ. അബ്രഹാമേ, ഞാനാണ് നിൻ്റെ പ്രതിഫലം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലം ഞാനാണ്. ദൈവം തന്നെ ഒരു വെള്ളിത്തളികയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ദൈവം തന്നെ പ്രതിഫലമായിരിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവമാണ് ലോത്തുമായിട്ട് വേർപിരിഞ്ഞതായ ഘട്ടം. ലോത്തിനോട്, സഹോദര ലോത്തെ, നാം തമ്മിൽ പിണങ്ങരുത്. ദേശമെല്ലാം നിൻ്റെ മുൻപിലിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. ആർത്തി നിറഞ്ഞവനായ ലോത്ത് നല്ല നീരോട്ടമുള്ള ദേശം മുഴുവനും അവനു വേണ്ടി എടുത്തു. എന്നിട്ട് അബ്രഹാമിന് കേവലം ഊഷരഭൂമിയാകുന്ന ദേശമാണ് വിട്ടുകൊടുത്തത്. അബ്രഹാമിന് മാനുഷികമായിട്ട് ദുഃഖമുണ്ടായിരിക്കാം. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു, അബ്രഹാമേ, നീ തലപൊക്കി നോക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നീ നോക്ക്. നീ കാണുന്ന ഈ ദേശമൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ദൈവം! ആ ദൈവം ആ കാര്യം വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, അത് നിവർത്തിച്ചു. കാരണം നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ കനാന്യരുടെയും ഹിത്യരുടെയും അമോര്യരുടെയും പെരീസ്യരുടെയും യെബൂസ്യരുടെയും ഗിർഗശ്യരുടെയും ആ ദേശം ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും ശാശ്വതാവകാശമായി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് ദേശം ദൈവത്തിൻ്റെ ബഹുമാനം നിലനിർത്തുവാൻ അബ്രഹാം ഉപേക്ഷിച്ചു. പക്ഷെ ദൈവം അവന് ആ പ്രദേശങ്ങൾ മുഴുവനും അവൻ്റെ അവകാശമായി കൊടുത്തു. അബ്രഹാമിൻ്റെ ദൈവം. ഒരെണ്ണം കൂടെ ഉൽപ്പത്തി 22 നാം കണ്ടു. തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ അർപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അർപ്പിച്ചു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നടന്നില്ല, പക്ഷേ അർപ്പിച്ചതായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അർപ്പിച്ചു എന്ന് തന്നെ ദൈവവചനം പറയുന്നത്. ഇനി ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത്? അബ്രഹാമേ, നീ നിൻ്റെ ഏക മകനെ തരുവാൻ മടിക്കായകയാൽ ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരികളെപ്പോലെയും പെരുക്കും, വർദ്ധിപ്പിക്കും. ഒരു മകനെ നൽകുവാൻ അബ്രഹാം സന്നദ്ധനായി. അബ്രഹാമിൻ്റെ ദൈവം അവന് എണ്ണമറ്റ സന്തതികളെ കൊടുക്കുവാൻ താൻ വാഗ്ദാനം ചെയ്തു. അതാണ് അബ്രഹാമിൻ്റെ ദൈവം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, നാം സേവിക്കുന്ന ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ്. ആ ദൈവത്തിനു വേണ്ടി നാം അധ്വാനിക്കുന്നത്, നാം ചെലവിടുന്നത് ഒന്നും വൃഥാവല്ല. നിറപടിയായ പ്രതിഫലങ്ങൾ നൽകുവാൻ അവൻ മതിയായവനാണ്. എന്തും ത്യജിക്കുവാൻ നമുക്ക് യാതൊരു മടിയും വേണ്ട. നാം ഏറ്റവും പ്രിയപ്പെടുന്നതായാൽ പോലും ദൈവം ആവശ്യപ്പെട്ടാൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കങ്ങനെ ഒരു തീരുമാനം ചെയ്യാം. യഹോവയായ ദൈവമേ, കർത്താവായ ദൈവമേ, നീ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതൊന്നും തന്നെ പിടിച്ചു വയ്ക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ എന്നെ ഒരുക്കണമേ, സജ്ജമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മനോഭാവമെല്ലാം ഇപ്പോഴും, കർത്താവേ, ഞാനും എനിക്കുള്ളത് മുഴുവനും അങ്ങയുടെ വകയാണ്, അങ്ങയുടെ ഹിതപ്രകാരം വിനിയോഗിച്ചാട്ടെ, അടിയൻ അതിനായിട്ട് വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ മനോഭാവത്തിൽ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.